എല്ലാവർക്കും ഇഷ്ടമായി. ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് കെട്ടിക്കൊണ്ടുവന്നേ വീട്ടിൽ പറയുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഫോർവേഡ് അല്ലേ. എന്താ നിങ്ങളൊക്കെ ഹാല്? ഒരു ഉസാറില്ലല്ലോ വളർച്ചയില്. പച്ചമുളക് വേണ്ടേ? പച്ചമുളക് മരത്തുമ്മല്. ഇല്ലില്ല, എന്ത് രസമാണെന്നാ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ. ആണ് പെണ്ണെന്നുള്ളൊരു വ്യത്യാസമില്ല. അച്ഛനും അമ്മനെ അടുക്കളയിൽ സഹായിക്കും. ഞാനാ മീൻ കറി വെക്കണ. ഇനി മീൻ പൊരിച്ചാൽ അതിന്റെ വാല് കഷ്ടം തന്നെ ഏട്ടത്തി നമുക്ക് കൊടുക്കും. ഞാൻ വീടെത്തി. സംസാരിച്ചോ, കുഴപ്പമില്ല, കട്ട് ചെയ്യണ്ട. ലക്ഷ്യം ഒരു മിനിറ്റ്. വീട്ടിൽ എന്നെ കാണാൻ അയൽവക്കത്തെ ഒരു മൊയ്തൂക്ക വന്നിട്ടുണ്ട്. ഇല്ല ഞാൻ വിളിക്കാന്ന്. ഇല്ല വിളിക്കാമത്തെ. കട്ട് ചെയ്ത് കളയണല്ലേ, തിരക്കല്ല ഇതിപ്പോ പെട്ടെന്ന്. ഇല്ല തിരക്കുണ്ടായിട്ടല്ല, നിന്നോട് സംസാരിച്ച് വരണ വഴിയായി പുള്ളി എന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വിളിക്കാം. ഇല്ല മുത്തേ, ഞാൻ വിളിക്കാതിരിക്കോ? നിന്നോട് സംസാരിക്കുമ്പോ അല്ലേ എനിക്കൊരു സന്തോഷം കിട്ടണം. അച്ഛനൊന്നും ഒരു കുഴപ്പമില്ല വിളിക്കണമെന്ന് ഓർത്ത്. എന്ത് കുഴപ്പമൊന്ന്? വിളിക്കാ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാം. നീ ഒന്ന് കട്ട് ചെയ്തോ, 10 മിനിറ്റ്. ശരി. അതെ, ഞാനൊരു ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വീട്ടിലോട്ട് കയറിയപ്പോഴാണ് മൊയ്തോക്കി ഇവിടെ നിൽക്കണം. എന്താ വന്നത്? നിന്റെ പെരയിൽ വന്നിട്ട് ഞാൻ എന്താ വന്നതെന്ന് എന്നോട് ചോദിക്കല്? എടുത്ത് നിന്റെ പെരയാണോ അത്? എന്ത്? അതിന്റെ അകത്തേക്ക് കയറി ചെന്നപ്പോ സൂറണ്ണ കണ്ട ഞെട്ടൂലെന്നെയോ? എന്റെ മൊയ്തൂക്ക, ഞാൻ ഈ ഫോണില് വർത്താനം പറഞ്ഞ് പെട്ടെന്ന് ഇത് എങ്ങനെ വന്ന് പെട്ടുകൂടാ? അതെ ഇത് സൂക്കേട് വേറെയാ. സോറിട്ടാ. അത് ആരോടൊപ്പം ഈ വർത്താൻ പറഞ്ഞു? ഇത് ലക്ഷ്മാണ്, ലക്ഷ്മി. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ്. അച്ഛൻ പറഞ്ഞിരിക്കണ് തേടുത്ത് തുടങ്ങിയത്. ഇല്ല, ഇതിപ്പോ ഇവിടുന്ന് വിളിച്ചോളൂ. അപ്പൊ പെട്ടെന്ന് ഞാൻ സ്ഥലകാലബോധം പോയിക്കുന്നു കേട്ടോ. അതാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാലോ കുഴപ്പതാ. ഇല്ല, പെട്ടെന്ന് തന്നെ സംസാരിച്ച് എന്തപ്പോ ഇതിനകത്ത് പറയാള്? അല്ല ഇതൊക്കെ നമ്മള് ഈ കല്യാണം കഴിക്കണതിന് മുമ്പ് പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞിരിക്കണത് നല്ലതാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മുയിമപ്പൊ പറഞ്ഞു തീർത്താണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ ഞങ്ങൾക്ക് ഒന്നും പറയാണ്ടാവൂല. അപ്പൊ ഭയങ്കര ബോറടി ആയി പോകും. ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. എന്റെ കാലത്ത് അറിയാം എനിക്ക്. ഞാൻ എന്റെ സൂര്യനെ പെണ്ണാൻ പോയപ്പോ ഒരു നെയില് പോലെ അവളെ കണ്ടിട്ടുള്ളൂ. പിന്നെ കാണുന്നത് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മണിയറേന്നാ കാണുന്നത്. നിങ്ങളൊക്കെ ഒരു ഭാഗ്യപ്പെട്ട കാലത്തേ. അല്ല, അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കേ കാണേ എന്ത് വേണേലും ചെയ്യാലോ. അല്ല, അതൊക്കെ ശരിയാണ്. ഇപ്പൊ ആ ഒരു ലഹരിയിലാണ്. എന്റെ പെരയുടെ നിങ്ങൾക്ക് അറിയില്ലേ? 4ാമത്തെ വീടാണ്. തമാശ പറയാം, ഒരു അബദ്ധം പറ്റി പോയി. അതല്ലത്. താനോടൊന്നും പറയണ്ട. പറയില്ല. മാറിപ്പോയല്ലോ, വല്ലാത്തൊരു ചെക്കനാണ്. എന്തിട്ടാ എന്റെ ഒക്കെ ഹാല്? ഈ മൊബൈൽ ഫോണൊക്കെ കണ്ടുപിടിച്ചേ സന്നത്തെ ഭ്രാന്ത്. ഓളട്ടാ കയറി ചെന്ന് അവനെ കണ്ടാൽ ഓള് ഇലയും വിളി ഉണ്ടാക്കി ഈ പെരെ തന്നെ പോവുകയ്ക്കൂ. അല്ലാത്ത ജമ്മോ. ലോണ് കിട്ടാണ്ടാടാ. ലോണ് കിട്ടിയാ കൊള്ളാറ്. ചേട്ടാ, ഈ പ്യാരി എന്ന് പറഞ്ഞ ആളുടെ വീട് എവിടെയാണെന്ന് അറിയാം? ഏത് പ്യാരി? ആളുടെ അച്ഛന്റെ പേര് സുഗതൻ എന്നാണ്. നമ്മുടെ അവിടുത്തെ സുഗതങ്ങളിൽ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുന്ന നേരത്ത് റൈറ്റ് സൈഡിലോട്ട് തിരിയണം. ആ സൈഡിൽ ജംഗ്ഷനിൽ തന്നെ ഒരു കിണറുണ്ട്. അതിന്റെ പറ്റ ഒരു ട്രാൻസ്ഫോമർ ചേർന്നിട്ടുള്ള വീടാ. പിടിയോ? കിണറിന്റെ അടുത്ത്. കിണറിന്റെ അടുത്ത് ട്രാൻസ്ഫോമർ ചേർന്നിട്ടുള്ള വീടാ. താങ്ക് യു. അച്ഛാ, ചായ. എന്താ അച്ഛാ ഇത്? തേങ്ങ കൊടുക്കാൻ വന്നിട്ടേ രാഘവൻ. തേങ്ങ കൊടുക്കാൻ രാവിന്റെ മാക്ക് ഇഷ്ടം വന്നിട്ടേ. ഞാനിത് എന്റെ അച്ഛന്റെ അടുത്ത് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഇങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ. 100 ഉറുപ്പില്ല.
മുണ്ടിലാണോ മൂത്രമൊഴിക്കാം? ആണോ? ഇത്ര പ്രായമായില്ലേ? മാറിയിട്ട് പാടില്ലല്ലോ. ആര്യേത്? എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടെടാ? മൂട്ടോയ്ക്കുവാ ആരെങ്കിലും അതന്നെ അച്ഛൻ. നീ ഞാനാ? ഞാൻ കഴുകൂലത്. അതെ എടുത്ത് താഴ്ത്തിരുത്തി ആരെങ്കിലും വന്ന് ഇരിക്കാനുള്ളതാണ് ഉമ്മ. എണീക്ക അവിടുന്ന്. അച്ഛാ എന്തേ ഇരിക്കാണ്. എനിക്ക് കഴുകാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചാ ആ നനഞ്ഞിരിക്കാണ്. എന്നിട്ട് അനങ്ങാതെ ഒന്നും അറിയാത്ത പോലെ ഇരിക്ക. എന്താ അത്? ഈ പ്രായത്തിൽ ഉറക്കത്തിന് മൂത്രമൊഴിക്കണുണ്ട്. ഈ ഉണർന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ മൂത്രമൊഴിക്കാരേലും രാവിലെ പായി കിടന്ന് മുള്ളും, എന്നിട്ട് ആ തുണിയോടുകൂടി തലകണിമേം സെറ്റിമേം കസേരമേം ഒക്കെ വന്നിരിക്കും. ചുത്തൊഴുത്ത് പോലെയാണത്. എനിക്ക് പറ്റില്ല. അപ്പൊ അതിനല്ലേ മുറി തന്നെ മൂത്രമൊഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. കിടന്ന് മുള്ളിട്ട് അവിടെയൊക്കെ മൂത്രമൊഴിച്ച് നാട്ടിപ്പിച്ചിട്ടൊക്കെയാണ്. അച്ഛാ എന്തിനാണ് തന്തരട്ടിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്നാ നീ ഇങ്ങോട്ട് വേണം പുല്ലാരി പോലെ. ഞാൻ വേണേ കൊണ്ടുപോയി നോക്കും. നോക്കെങ്കിലേ അവിടെ പോയി താമസിക്കണേ. കത്തുള്ളി കഞ്ഞി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭാഗത്ത് കിടക്കില്ലേ? കഞ്ഞികൾക്ക് വെള്ളം കൂടി മുള്ളി അവിടെ ഇടാനാ. പറഞ്ഞിട്ട് കാര്യമില്ലടാ. എന്താ വന്നിട്ട് ചെയ്തു കൊടുക്ക്. അവന് സ്വന്തം അച്ഛനും അമ്മേനെ നോക്കാൻ പറ്റാതിട്ട് അങ്ങോട്ട് പോയേക്കണ പെണ്ണിന്റെ വാക്കും കേട്ടിട്ട്. പിന്നെ നോക്കാൻ പറയടാ. നിന്റെ അച്ഛനല്ലേ നോക്ക്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. സത്യൻ അവിടെ നിന്ന് വെറുതെ കമന്റ് പറയാതെ ആ മൂത്രമൊഴിച്ച അപ്പൂപ്പന്റെ തുണി കൊണ്ടുപോയി കഴുകി കൊടുക്കാൻ നോക്ക്. ഞാൻ വരണ ആ കഴുകു. എങ്ങോട്ടേ പോണത്? ഞാൻ ആ പോയിട്ടുണ്ട് ഞാൻ കഴിയില്ലട്ടാ. മൂത്രത്തുണി ഞാൻ കഴിയില്ല. എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല. നിനക്ക് പോയിക്കൂടെ? ഞാൻ പോണ്. അവിടെ നിന്ന് പറയാനേ നല്ല എളുപ്പാ. ഞാൻ കൊറേ കാലായി ഇത് തുടങ്ങിയിട്ട്. എപ്പോഴും ഒരു മൂത്രമൊഴിക്കല്. എന്താണ് ഇവിടെ പ്രശ്നം? എടാ നോക്കടാ. എന്താണ് അച്ഛാ ഇത്? ഇങ്ങനെ ഈ രാവിലെ തന്നെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്ത് കാര്യമാണ്? വയസ്സായ ആൾക്കാരാകുമ്പോ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ മൂത്രം പോയില്ലാന്നും വരില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കില്ലേ വേണ്ടത്? അങ്ങനെ എപ്പോഴും ചെയ്ത് എനിക്ക് മടുത്തൂടാ. നീ അങ്ങനെ പുണ്യാളം ചമയല്ലേ? ഈ അപ്പൂപ്പന്റെ ഈ മൂത്രമൊഴിക്കണ ശല്യം കാരണല്ലടാ നീ അവളെ കൂട്ടിട്ട് അവിടെ പോയി താമസിക്കണം. നീ കല്യാണം കഴിയുന്ന ഒരവസ്ഥ നിനക്ക് ഇവിടെ താമസിച്ചാ? എടാ എന്തൊക്കെ ഈ പറയണ പഴയ കാര്യം പറയണ എന്തിനാ? കാര്യം പറയുമ്പോ പഴയതായി അപ്പൊ നീ കൊണ്ടുപോയിട്ട് കഴുകി പറഞ്ഞ വെറുതെ ചെയ്ത് കാണിക്കും. ആ സോഫയിൽ മൂത്രം. ആ ഗ്ലാസ് നോക്ക്. എനിക്ക് വയ്യാത്ത സുഖമായിട്ട് എനിക്ക്. നിങ്ങൾക്ക് പറ്റില്ല പറ. ഞാൻ ചെയ്യണോ? എന്നാ ഞാൻ ചെയ്യാം. പിന്നെ വായ കൊണ്ട് പറയാനാണ് ചെയ്യേ. ഞാൻ ചെയ്യാം. എനിക്കറിയാൻ ചെയ്യാം. പിന്നെ ചെയ്തോ എന്താ ഇങ്ങനെ മൂത്രം പോവാ? ഒരു കാര്യം അതെ ഞാൻ കൊണ്ടുപോകാതെ അത് എഴുന്നേറ്റ് അവിടെയൊക്കെ സെറ്റിലേക്കൊക്കെ ആക്കി അങ്ങനെ പതുക്കെ കണി കാണിക്കണ്ട, വല്ല ഇട്ടറിനാ നോക്ക്. കെട്ടിട്ടുണ്ട് ഒന്നും കുഴപ്പമില്ല. ഇതണ്ട് ഊരിയൊക്കെ അടൂര്. അവിടെ ഒന്നും തുപ്പല്ലേ, അവിടെ ഒന്നും തുപ്പാൻ പാടില്ലേ. ഞാൻ ഒരു കാര്യം ഞാൻ റൂമിലിട്ട് പൂട്ടുവനി. റൂമിലിട്ട് പൂട്ടൊന്നും വേണ്ട. ഇതിനെ റൂമിലിട്ട് പൂട്ടുന്നു. ബാത്റൂം അടക്കം റൂം കൊടുത്തേക്ക് വെറുതെ എവിടൊക്കെ കൊണ്ടുപോയിട്ടാ തിരികെ വെച്ചിട്ടുള്ള മുത്തച്ഛ. ഹലോ. എന്താ എവിടെ കുട്ടി വെച്ചിട്ടുള്ളത്? തന്നെ മതി. ഞാൻ ഇവിടെ കൺഫ്യൂഷൻ ആയി പോയിട്ടാ വഴി ഏതാന്ന്. ഒന്നും പറഞ്ഞില്ല. അതെന്റെ ഫ്രണ്ടിന്റെ ഇവിടെ അടുത്തായിരുന്നു. അപ്പൊ ഞാൻ അവളുടെ വീട്ടിൽ വന്നപ്പോ ഇവിടെ കൂടെ കയറിയിട്ട് വന്നു. മറ്റേ ലക്ഷ്മി എന്താ എന്താ ചെയ്ത്? ഇവളെന്താ ഇവിടെ? എനിക്കറിയില്ല. നിങ്ങൾ വിളിച്ചോ? എടാ കല്യാണത്തിന്റെ മുമ്പ് അവളെ ഇവിടെ ആരെങ്കിലും വിളിക്കുമോ? പിന്നെ എന്തിനാ വന്നത്? ആർക്കറിയോ? ഒന്ന് വിളിച്ചു പറയാറുന്നില്ല. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റേ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അത് അപ്പൂപ്പനെ മുണ്ടെടുത്ത് കൊടുക്കാണ്. വണ്ടി ഇവിടെ അപ്പൊ ഒട്ടനും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. അതെ നേരെ കൊടുക്ക്, നേരെ ഉടുപ്പിച്ചു കൊടുക്ക്. ഹലോ. ലക്ഷ്മിയാണ്. ഹലോ.
എന്തേ? ഞാനേ എന്റെ ഫ്രണ്ടിന്റെ വീട് അടുത്താ. അപ്പൊ ഞാൻ അവിടെ വരെ പോയിപ്പോ ഇവിടെ കൂടി വരാന്ന് വിചാരിച്ചു. അല്ല അതിനിപ്പോ ഇങ്ങടെ എന്തിനാ വന്ന്? ഞാൻ വരാൻ പോണ വീടല്ലേ, അപ്പൊ വീടൊക്കെ കാണാ, നിങ്ങളെയൊക്കെ കാണാന്നൊക്കെ വിചാരിച്ചു. ആണോ? ആ സാറില്ല. എന്തെങ്കിലും എന്നെ പറഞ്ഞോണ്ടിരിക്കും. എന്താ ചോദിച്ച പോലെ ഒന്നും ചോദിച്ചില്ല. അല്ലടാ പ്യാരി, ഇത് എന്താ സംഭവം? എന്താ ഇത് ലക്ഷ്മി. അതെ, എനിക്ക് മനസ്സിലായല്ലോ. പിന്നെന്താ? എന്താ കാണിക്കണ മുത്ത? ഇല്ല കുഴപ്പമില്ല, ഒന്നും പറ്റിയിട്ടില്ല. അച്ഛാ, ഇതെന്താ ഇത്? അല്ല കല്യാണത്തിന് മുമ്പ് ഇവിടെ എന്താ ഇവിടെ? അതന്നെ ഞാനും ചോദിക്കണത് എന്താന്ന്. എന്താ ഞാൻ വിളക്കൊടുത്ത് കേട്ടിട്ട് പെണ്ണല്ലേ അത്? ഇങ്ങനെയുള്ള പരിപാടി ഒന്നും ശരിയാവില്ല. അത് പറയണത് അതാ മുഹൂർത്തൊക്കെ നോക്കിയിട്ട് വേണ്ടേ? ഇതിപ്പോ നല്ല സമയം. എന്താ ഇവരെന്ത് കണ്ടിട്ടാണ്? സത്യത്തിൽ എന്ത് നടക്കണ അവിടെ? അതന്നെ ഞാൻ ചോദിച്ചോണ്ടിരിക്കണത് എന്താ നടക്കണതെന്ന്. അറിയണ കങ്ങട് പോലെ അവിടെ നിന്നിട്ട് ചോദിക്കാൻ നിൽക്കണ. അതെ, അച്ഛനമ്മയാണ് ഈ കാര്യങ്ങൾ പറയേണ്ടത്. അതോ ഞാൻ പറയണോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, അതാണ്. എന്താ അച്ഛ ഇവിടെ നടക്കും? മൂത്രമൊഴിച്ചു. എന്താ ഇത്? എന്താ ഇവിടെ നടന്ന്? അയ്യയ്യേ, നാട്ടിൽ തലയോട്ട് നടക്കാൻ പറ്റുമോ നമുക്ക്? പറ്റില്ല. അയ്യയ്യേ, ഒരു കല്യാണം കഴിക്കേണ്ട പെണ്ണ് നിട്ടപ്പനാണ് വീട്ടിലേക്ക് കയറി വരന്റെ വീട്ടിലേക്ക്. എന്റെ വെല്ലുവിളിയ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്ത്? ആ സമയത്ത് ആ കുട്ടി അവിടെ വന്നിറങ്ങിയിട്ട് പ്യാരിയുടെ കയ്യും പിടിച്ച് നേരെ അകത്തേക്ക് കയറിയാണ്ട് പോയി. അതേ കയറി. അപ്പൊ അച്ഛൻ എന്തെങ്കിലും പറയണ്ടേ? നിങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അച്ഛനൊന്നും പറഞ്ഞില്ല, അമ്മയൊന്നും പറഞ്ഞില്ല. നീ എന്തായാലും പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറയണത്? അന്നും ആർക്കും പറയാൻ പറ്റില്ലെന്നേ, തരിച്ചു നിന്ന് പോയില്ലേ? എന്തെന്നാ നിങ്ങൾ പറയുന്നത്? നമ്മളെ ഈ കൊളംകുത്തി തറവാടിന്റെ അന്തസ് നിങ്ങൾ കളഞ്ഞില്ലേ? ഇങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടുണ്ടാ ഈ ലോകത്ത്? എന്താ നാട്ടു നടപ്പ്? കല്യാണത്തിന് നാട്ടു നടപ്പ് എന്താന്ന്? കാരണവൻ മാറും, അളിയൻ മാറും, എല്ലാം പോയി പെണ്ണിനെ കാണാ, എന്നിട്ട് വീട്ടുകാരുമായി സംസാരിക്കാം, വാങ്ങാ കൊടുക്ക വാങ്ങാ എന്നുള്ളത് ഏക്കല്ലേ? എന്നിട്ട് കല്യാണം നടക്കാം. കല്യാണം നടന്നതിന് ശേഷം പെണ്ണ് കല്യാണ പാർട്ടി വന്ന് വിളക്കും തെളിയെടുത്ത് അമ്മ സ്വീകരിച്ച് വിളക്ക് പെണ്ണിന്റെ കയ്യിൽ കൊടുത്ത് വലത് കാലം വെച്ച് അങ്ങ് കേറാ. അതല്ലേ ഉണ്ടാവുക? കയറാൻ പാടുള്ളൂ. അതാണ് അപ്പൊ എന്താ ചെയ്യാ? ആ കുട്ടി വന്ന് നിൽക്കുമ്പോ എനിക്ക് വിളക്കെടുക്കാൻ പോകാൻ പറ്റോ? എന്തിനു വിളക്ക്? ആ കുട്ടി എന്തിനു അകത്തേക്ക് കയറാൻ വിട്ടിന്? എന്തിനു വിട്ടിന്? അപ്പൊ അമ്മയ്ക്ക് ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയായിരുന്നല്ലോ. കയറണ്ട പറഞ്ഞൂടെ? അതിപ്പോ തോന്നി ആസാദ്. അതെ ഭയങ്കര മോശമായി, ഭയങ്കര മോശമായി. സത്യ, എനിക്കറിയോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസമാണ് ഞാൻ പെണ്ണിന്റെ മുഖത്ത് നോക്കി, നേരെ നോക്കി. മാമ വെള്ളടിച്ച് പിറ്റായിട്ട്. അതല്ലടാ, അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഒന്നും ആഗ്രഹങ്ങൾ നടത്തില്ല. അച്ഛനും അമ്മ എന്താണോ തീരുമാനിച്ച അതിന് ഞങ്ങൾ അങ്ങോട്ട് നിന്ന് കൊടുക്കും. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ശാന്തി മുഹൂർത്ത അന്നേ കാണുള്ളൂ. അങ്ങനെയുള്ള തറവാടും പാരമ്പര്യമുള്ള സ്ഥലത്താണ് ഇപ്പൊ ഇങ്ങനെ നടന്നത്. പിന്നെ അളിയൻ ചൂടാവാതിരിക്കുവോ? എന്തിനാണിത്? അല്ല ഇതേ മാമ, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശരിയാവില്ല. ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. ആ തീരുമാനം നമുക്ക് ഉടനെ അവിടെ പോയി പറയണം. അതല്ല അളിയാ, ഈ ആചാരങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ കുടുംബത്തിന് വല്ല പ്രശ്നം ഉണ്ടാവുമോ? കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവൂലേ? പിന്നെ ഉണ്ടാവൂലേ? ആചാരങ്ങൾ തിരിച്ചാ പിന്നെ നമ്മുടെ കുടുംബം തന്നെ പ്രശസ്തമായ കുടുംബാണ്. അറിയോ? ഇതിപ്പോ നാട്ടുകാരൊക്കെ അറിഞ്ഞിണ്ടാവൂല്ലേ? പിന്നെ നാട്ടുകാർ അറിഞ്ഞിട്ടില്ല ഞാനിപ്പം വന്നത്. അതെ, നാട്ടുകാരനും പറഞ്ഞിട്ടില്ലേ? എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്നുണ്ടാടാ. അല്ല, ഞാൻ അതല്ല വെല്ലുവിളിയെ ഓർക്കണത്. ഈ മന്മഥൻ തറവാട്ട് പറഞ്ഞ ഒരാളല്ലേ, അയാൾ വേണ്ട ഈ മകൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അയാള് പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് അച്ഛാ, അയാള് നല്ല ആളാണെങ്കിൽ ഇവിടെ വരുമോ? അവള് വന്നിട്ട് എന്താ ചെയ്ത്?
മറ്റേ ഉള്ളൊക്കെ നോക്കി കുറച്ചു നേരം കഴിഞ്ഞിട്ടാ പോയില്ലടാ. അവര് ആ റൂമിന്റെ ഉള്ളിലായിരുന്നു രണ്ടാളും. അതൊരു ചായയൊക്കെ കുടിച്ചിട്ടാ പോയത്. അല്ല, അവര് റൂമില് സംസാരിക്കുമ്പോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അല്ല വെല്ലുവിളി, ഇപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യണ്ട? ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോണം. ഇപ്പൊ പോണം. പോണം. എന്നെ പോയിട്ട് മന്മഥനോട് കാര്യങ്ങൾ പറയണം അല്ലേ? പറയണം. അതെ, ആ കുട്ടിക്ക് നാട്ടു നടപ്പ് ആചാരങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതെ, അല്ലാതെ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ വിട്ടാ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നാൽ അവള് നമ്മുടെ തല കയറി നടക്കും. അതെ അതെ. ഒരു കാര്യം ചെയ്യാം, ഒന്നും നോക്കണം, നമുക്ക് നാളെ തന്നെ അവിടെ പോവാം. അതെ, നാളെ പോവാം. നാളെ തന്നെ പോണം. അതല്ലേ. അല്ലാതെ പിന്നെ സുഖം തന്നെ. തൊട്ട വർത്താനം പറയാണ്ട് ഇതൊന്ന് തിരുമ്പിത്താ പോ. മൂത്രയിച്ചു. അതാ സത്യ തിരുമ്പിത്ത. അത് ഇങ്ങക്ക് കേക്കണോ? കഴിഞ്ഞ ദിവസം ആ പെണ്ണിനോട് സംസാരിച്ചോണ്ട് നിന്റെ പെരേൽക്ക് വന്നാണ്ട് കേറി വാതിലേക്ക് തുറന്നില്ലെങ്കിൽ സ്ഥലകാല ബോധമില്ല. പിന്നെ പോണോന്റെ പെരയിലേക്ക് വന്നതിന് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. നമ്മളെ കവി ശീതളം വന്നിക്കണ്. നമുക്ക് കാണാം, വൈകുന്നേരം കാണാം കേട്ടോ, ക്ലബിൽ നിന്ന് കാണാം. എന്താണ് നല്ല വർത്താനത്തിലല്ലോ പോകുന്നത്? അല്ല, അറിഞ്ഞില്ലേ? വിവരം അറിഞ്ഞില്ലേ? എന്താണ് ആ കവിയരങ്ങല്ലേ? അത് നാം പോകുന്നുണ്ട്, വൈകിട്ട് പോകണം. കവിയരങ്ങല്ലാന്ന്. പിന്നെന്താണ്? എന്റെ ശീതള എന്താ നോക്കി നിങ്ങൾ വെറുതെ ശീതളാന്ന് മാത്രം എന്നെ വിളിക്കരുത്. ഞാൻ പറഞ്ഞിട്ട് എന്റെ പേര് മാറ്റി അറിഞ്ഞില്ലേ നിങ്ങൾ? അപ്പൊ ശീതളന്നല്ലേ? ശീതളന്ന് മാത്രല്ല, ഇപ്പൊ ബാലശീതളൻ ചുള്ളിക്കമ്പ്. ശീതളങ്ങൾ വെറുതെ നോക്കി പോലീസിനടുത്തൊന്നും കിട്ടാൻ നിൽക്കണ്ടോട്ടങ്ങള്. വെറുതെ പേരൊക്കെ മാറ്റിയിട്ട് ആ ചുള്ളിക്കാട് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കവിയാണ്. അയാൾക്ക് പേര് ദോഷം ഉണ്ടാക്കി. നിങ്ങൾ എന്താ വിചാരിച്ചു? പിന്നെ അയാൾ നല്ല മനുഷ്യനായതുകൊണ്ടാണ് അതേപോലത്തെ പേര് ഞാൻ എനിക്കിട്ടേക്കണ്. അല്ലാണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടുമ്പോ എനിക്ക് പേരിടാൻ പറ്റും? നിങ്ങൾക്ക് പ്രസവത്തിലുള്ള പേരല്ലല്ലോ, നിങ്ങൾ ഇപ്പട്ടല്ലേ? ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ നമുക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ പേര് ഇനിയിപ്പോ അതേമാതിരിക്ക് ഇടാൻ പറ്റില്ലല്ലോ എനിക്ക്. അയാളിത് എന്താണ് അറിയാന്ന് എന്താ അറിയണ്? എന്താ നിങ്ങൾ പറയണത്? ഇപ്പൊ എന്നെ നോക്കി തറക്കുകയാണ് അങ്ങേര്. ഇനി ആയിക്കോട്ടെ, അറിഞ്ഞില്ലെങ്കിൽ എന്താ, അറിഞ്ഞെങ്കിൽ എന്താണ്? എന്തിനിപ്പോ നിങ്ങൾ പേര് മാറ്റേണ്ട കാര്യം ഉണ്ടായി? അതെ, ഞാൻ ഒരു കാര്യം പറട്ടെ. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ചുള്ളിക്കാട് എന്ന് പറയുമ്പോ തന്നെ എനിക്ക് എന്റെ ചെറുപ്പകാലം ഓർമ്മ വരും. അത്ര ദാരിദ്ര്യമായിരുന്നു വീട്ടില്. ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഗ്യാസ് ഇല്ല, ബാക്കി എല്ലാ വീട്ടിലും ഗ്യാസ് ഉണ്ട്. അവസാനം അടുപ്പ് കത്തിക്കണമെങ്കിൽ ഞാനാണ് ചുള്ളിക്കമ്പ് പെറുക്കി കൊണ്ടുവന്നായിരുന്നത്. അപ്പൊ അത് എനിക്ക് ഓർമ്മ വരും ചുള്ളിക്കാട് എന്ന് പറയുമ്പോ തന്നെ. അത് മാത്രല്ല, എനിക്ക് അയാളിനെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അയാൾ നല്ലൊരു കവിയാണല്ലോ. നല്ല കവിയാണ്. പിന്നെ എന്താ അറിയോ, ഞാൻ എന്തോരം എഴുതിയേക്കണ ഒരു കാക്ക കുഞ്ഞു കൂടി അത് വായിക്കില്ല. ഇപ്പതാ ഈ ചുള്ളിക്കമ്പ് ഇട്ടോടത്തുനിന്ന് അങ്ങോട്ട് എല്ലാവരും ചുള്ളിക്കാടാന്ന് വിചാരിച്ചിട്ട് വായിക്കാണ്. എത്ര ആൾക്കാർ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒക്കെ വായിക്കാണ്. ഇപ്പൊ വായനക്കാർ കൂടി തെറിയും കൂടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് പോട്ടെ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടേ ശ്രദ്ധിക്കണം കുറച്ചൊക്കെ. അതൊന്നും വലിയ വിഷയം. ആൾക്കാർ നമ്മൾ എഴുതുന്നും വായിക്കട്ടെ. അല്ല, നിങ്ങൾ എന്താ ഒരു കാര്യം പറയാൻ? ഞാൻ പറഞ്ഞു, നമ്മളെ പ്യാരില്ലേ, പ്യാരിയുണ്ട്. സുഖേട്ടനെ പോയി. ഓ കല്യാണം കഴിക്കാന്നുള്ള പെണ്ണില്ലേ? കുളംകുത്തി തറവാട് ഒരു അന്തസ്സുള്ള തറവാടാണ്. കുഞ്ഞുനാളില് തുടരുന്ന ആചാരങ്ങൾ ഇപ്പോഴും ഞങ്ങൾ തുടരുന്നുണ്ട്. അത് തെറ്റിക്കാൻ പറ്റില്ല. ആ വീട് നമുക്ക് കാണണമെന്നൊരാഗ്രഹം തോന്നി. അവൾ അവിടെ വന്നത് കണ്ടു, അവൾ തിരിച്ചിങ്ങ് പോന്നു. അല്ലാണ്ട് അവൾ അവിടെ ചമ്മന്തി അരയ്ക്കുകയോ അവിടെ കഞ്ഞിയും ചോറും വയ്ക്കുകയോ അവിടെ അന്തി ഉറങ്ങുകയോ ഒന്നും ചെയ്തില്ലല്ലോ. നാലാൾ അറിയാൻ കല്യാണം കഴിച്ചിട്ട് കാരണവന്മാരായിട്ട് വീട് ചെന്ന് കാണുന്നതിന് മുമ്പായിട്ട് വീട് കാണാൻ പാടില്ല പെണ്ണ്. കാലാകാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു സംഗതിയല്ലേ. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഇതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. എന്റെ മോളൊരു വലിയ ആചാരം തെറ്റിച്ചിട്ട് നിൽക്കല്ലേ. പെണ്ണ് കണ്ടിട്ട് ഞാനൊന്നിനെ നോക്കി എടുത്തതാ. അബദ്ധായി എന്ന് പറഞ്ഞാൽ അതില്ല. തറവാടിന് മോശം നാട്ടുകാർ കണ്ട ആകെ പ്രശ്നം എല്ലാവരും അറിഞ്ഞു. ഇനി പറയാനൊന്നും ആരും ഇല്ല. എന്നാ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, രണ്ടെണ്ണം വീട്ടുണ്ടാവും. പെണ്ണ് ജിമ്മിൽ ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യണ കുട്ടിയാണ്. ജിമ്മുണ്ടോന്നപ്പ ചോദിക്കണേ. ഇതിപ്പോ എന്തിനാ പുറത്തു പോണോ? ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്ക സുധേ. അല്ല, ഞാൻ ജീവിക്കാൻ പോണ വീട്ടില് ഞാൻ ഒന്ന് പോയി കണ്ടത് ഇത്രയ്ക്ക് വരെ തെറ്റാണോ? ഇതിലാരാ ശരിയെന്ന് നമുക്ക് കാണാം. ഞാൻ ഇത് വെച്ചിട്ട് കവിത എഴുതിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ.
എന്തായാലും എഴുതണം.